നമസ്കാരം. വീണ്ടും മണി പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് മാർക്കറ്റ് നെഗറ്റീവായിട്ട് ഇരിക്കുന്നു. ഞാൻ നോക്കുന്ന സമയം നിഫ്റ്റി 100 പോയിന്റ് ഡൗൺ ആണ്. ബാങ്ക് നിഫ്റ്റി 86 പോയിന്റ് ഡൗണ്. ഓവറോളായിട്ട് നിങ്ങൾ നോക്കിയാൽ മാർക്കറ്റ് വന്ന റിസൾട്ടിന് റിയാക്ട് ചെയ്യുന്നു. 25,000 അടുത്ത് വന്നു മാർക്കറ്റ്. ഞാൻ പറഞ്ഞതുപോലെ 25,500 500 പോയിന്റിന് കൊടുത്തിരിക്കുന്നു. ഇന്ന് ഒരു വലിയ ഡ്രോപ്പ് വന്നെങ്കിൽ 24,500 തിരികെ പോകും. ഇത് തന്നെ ഞാൻ പറഞ്ഞത്. ആദ്യത്തെ സ്റ്റോക്ക് വന്നിട്ട് TCS കൊടുത്തു. ഇന്നൊരു സ്റ്റോക്കിനെ ഡിമാറ്റ് കൊടുത്തിരിക്കുന്നു. ഡിമാറ്റിൽ റവന്യൂ കുറച്ച് കയറിയിരിക്കുന്നു, 15-16%. അത് ന്യൂസ് സ്റ്റോറി അഡീഷൻസിലിരുന്ന് വന്നിരിക്കുന്നു. ഓപ്പറേഷൻ കോസ്റ്റൊക്കെ കയറിയതിൻ്റെ ശേഷം നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഡിമാറ്റ് അടിയാണ്. ഡിമാർട്ട് ഇനി 3% ഇറങ്ങിയാലും ഇത് ഇന്നും സൂചിയാണ്. 92 ടൈംസ് ഏർണിങ്സ് ആണ്. നോർമലായിട്ട് 20 ടൈംസ് ഏർണിങ്സ്. അപ്പോൾ 3/4 കറപ്റ്റ് ആകണം. 1000 രൂപ സ്റ്റോക്ക് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അത് 750 രൂപയ്ക്ക് വരണം. ഈ സമയം കൊണ്ട് വരത്തില്ല. പ്രൊമോട്ടർ ഹോൾഡിംഗ് വളരെ കൂടുതലാണ്. എന്നാൽ കമ്പനി നടത്തുന്ന ആൾ വന്നിട്ട് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പെർട്ടാണ്. ഇത് കാരണം ഈ സമയം കൊണ്ട് ആ സ്റ്റോക്ക് വില ഒന്നും താഴെ ഇറങ്ങത്തില്ല. പക്ഷേ എത്രയും ആൾക്കാർ നിങ്ങൾക്ക് ബ്രോക്കറോ ഇല്ല ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞാലോ ഇതുപോലത്തെ സ്റ്റോക്ക് ഒന്നും തൊടണ്ട. അതിനെ തൊട്ടുവെങ്കിൽ നമ്മളെ മിഡിൽ സ്റ്റംപ് തന്നെ ഗില്ലിയാവും. ഇത് കാരണം നിങ്ങൾ കെയർഫുള്ളായിട്ടിരിക്കണം. സോ ഇന്ന് TCS റിസൾട്ട് ശരിയല്ല, ഡിമാർട്ടിൻ്റെ റിസൾട്ടും ശരിയില്ല. HCL റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നു. HCL റിസൾട്ട് രക്ഷിക്കുമോ എന്ന് ചില ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നടക്കാൻ ചാൻസ് ഇല്ല. HCL പോസിറ്റീവായിട്ട് സർപ്രൈസ് ചെയ്താലും HCL വളരെ ചെറിയ കമ്പനിയാണ്. ഇതുവരെയ്ക്കും വന്ന വലിയ അമേരിക്കൻ മൾട്ടിനാഷണൽസ് TCS ഇവരൊക്കെ തന്നെ ബെൽവെദർ സ്റ്റോക്സ്. ബെൽവെദർ എന്ന് പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രി ഏത് ഡയറക്ഷനിൽ പോകുന്നു അങ്ങനെ നമുക്ക് കാണിക്കുന്ന സ്റ്റോക്സ്. ഇന്ന് IT ഭയങ്കര അടിയാണ്, 2% ഡൗൺ. ITയിൽ ഇന്നും പെർഹാപ്സ് 1500 താഴെ പോയെങ്കിൽ ഇൻഫോസിസ് 1-2 എന്ന് കൺസിഡർ ചെയ്യാം. 1-2 എന്ന് മാത്രം. ബട്ട് ഈ ആഴ്ച ഫുള്ള റിസൾട്ട്സ്. നാളെ ഇൻഷുറൻസ് കമ്പനി റിസൾട്ട് വരും. നാളെ ഇൻഷുറൻസ് കമ്പനി റിസൾട്ട് എങ്ങനെ വരുന്നു എന്ന് നോക്കാം. ICICI ലോംബാർഡ്, HDFC പൊട്ടൻഷ്യൽ, ICICI പൊട്ടൻഷ്യൽ എല്ലാം. അടുത്ത ഈ ആഴ്ചയിൽ ടെക് മഹേന്ദ്ര ആൻഡ് വിപ്രോ വരും. അടുത്ത ആഴ്ച തുടക്കത്തിൻ്റെ ഉള്ള ഇൻഫോസിസും വരും. ITയുടെ സ്റ്റോക്സ് ഒക്കെ വന്നുകൊണ്ട് പോകും. അതിൻ്റെ ശേഷം തന്നെ മേജറായിട്ട് ഹിന്ദുസ്ഥാൻ യൂണിലിവർ, നെസ്ലെ, ITC, ടാറ്റ കൺസ്യൂമർ, ഗോദ്രേജ് കൺസ്യൂമർ ഇതുപോലത്തെ കമ്പനിയൊക്കെ നോക്കണം. ബട്ട് മാർക്കറ്റിനെ മേജറായിട്ട് പുഷ് ചെയ്യുന്ന സ്റ്റോക്സ് ഏതും നല്ല റിസൾട്ട് തന്നില്ല. ദെൻ ഫാർമ സ്റ്റോക്കിലും നമ്മൾ നോക്കുന്നത് പോലെ നല്ല ന്യൂസ് ഒന്നും കിട്ടുന്നില്ല. ട്രംപ് ഭാഗവാദം ഇരിക്കുന്നവരേക്കും ഈ ഫാർമ സ്റ്റോക്സ് ഒക്കെ പ്രഷറിലിരിക്കും. ഇനി ആരോ ഒരു ടെക്നിക്കൽ ആർട്ടിസ്റ്റ് നാഡ്കോ വന്നിട്ട് ബ്രേക്ക് ഔട്ട് ഏതോ ട്രയാങ്കിൾ എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒന്നുമില്ല, ഒരു ട്രയാങ്കിളും ഇല്ല. Q1 Q2 റിസൾട്ട് നന്നായിരിക്കും. Q3 Q4 റിസൾട്ട് നന്നായിരിക്കത്തില്ല. സോ റിവീൽമെൻറ്റ് മൂലം റിസൾട്ട് നല്ല വരും അവർക്ക്. അതിൻ്റെ തന്നെ 1000 മുകളിൽ പോയായിരുന്നു സ്റ്റോക്ക്. പ്രോഫിറ്റ് ടേക്കിങ്ങിൽ 972 വന്നായിരുന്നു. ബട്ട് ഇതൊക്കെ നിങ്ങൾ വന്നിട്ട് ഷോർട്ട് ടേമിൽ നോക്കുന്നു. ബട്ട് ലോങ് ടേമിൽ ഇതൊരു നല്ല സ്റ്റോക്കാണ്. 1-2 എന്ന് കിട്ടുന്ന സമയം കൺസിഡർ ചെയ്യും. ഇതൊക്കെ സബ് 10 PE സ്റ്റോക്കാണ്. ദെൻ PE ഇടയ്ക്ക് കുറച്ച് ഡിപ്പാകും അടുത്ത കൊല്ലത്തിൽ. ബിക്കോസ് വന്നിട്ട് റെവൽമെൻറ്റിന് വന്നിട്ട് സെമി ഗ്ലൂട്ടൈഡ് റീപ്ലേസ് ചെയ്യാൻ സമയമെടുക്കും. ഇതുപോലെ റീപ്ലേസ് ചെയ്യുന്ന സമയത്തിൽ തന്നെ നിങ്ങളും ഞാനും ഇതുപോലത്തെ സ്റ്റോക്കിന് കൺസിഡർ ചെയ്യാൻ നല്ല ഒരു ചാൻസ് കിട്ടുന്നത്. ഇത് കാരണം അടുത്ത 1 ഇയറിന് നാഡ്കോ ഫാർമയിൽ നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടും. ബോർ അടിച്ചോ എന്ന് എൻ്റെ അടുത്ത് പറയണ്ട. അടുത്തത് സിപ്ല എന്ന് പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ ആനുവൽ റിപ്പോർട്ടിൽ ഞങ്ങളും വെയിറ്റ് മാനേജ്മെൻറ്റ് തെറാപ്പിക്ക് വരും, ഞങ്ങളും ഡയബറ്റീസിന് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത്ര ദിവസം റെസ്പിറേഷൻ ആൻഡ് സെൻട്രൽ നെർവസ് സിസ്റ്റം മാത്രം നോക്കിക്കൊണ്ടിരുന്ന സിപ്ലയും വെയിറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഡയബറ്റിക്സിലും ഇറങ്ങിയിരിക്കുന്നു. മോർ ദൻ ഇയർ നമ്മൾ ഓൾറെഡി ചീപ്പാக വാങ്ങി കൺസിഡർ ചെയ്തു ഇതിനകത്ത് വച്ചിരിക്കുന്നു. ഫാർമ സ്റ്റോക്ക് ഇപ്പോൾ പ്രഷറിലിരിക്കും. അമേരിക്കയുടെ അടി തീർന്നവരേക്കും. അമേരിക്ക അടി എന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വരുന്നത് ഈ ആഴ്ചയിൽ ഈ ഇൻഡോ അമേരിക്കൻ ഡീൽ വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഇൻഡോ അമേരിക്കൻ ഡീൽ വന്ന കാരണം എല്ലാം രക്ഷപ്പെടുമോ എന്നാൽ, അതായത് ഫാർമ ഇൻഡസ്ട്രി രക്ഷപ്പെടുമോ എന്നാൽ എന്തോ ഒരു ചോദ്യം എല്ലാവരിടത്തും ഇരിക്കുന്നു. ബട്ട് ഈ ക്ലാരിറ്റി എന്ന് പറയുന്നത് പെട്ടെന്ന് വരത്തില്ല. ഡീല് തീർന്നാലും സെക്ഷണൽ ടാരിഫ് ഇടുന്നു. അതിന് ഞാൻ ഇടും. നിങ്ങൾ ബ്രിക്സിൻ്റെ ഉടമ എങ്ങനെ സംസാരിക്കും അങ്ങനെ സംസാരിച്ചു ടാരിഫ് ഇട് എന്ന് പറഞ്ഞാലും പറയാം. ഇത് കാരണം നമ്മൾ ഈ ബൈയിങ് ഓപ്പർച്യൂണിറ്റി എല്ലാത്തിനെയും കൺസിഡർ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാം. ബട്ട് ദിസ് ഈസ് ഇൻ വൺ ഓഫ് ദി ലോങ് ഇയർ ഓഫ് 1 ഇയർ ടൈം. എവിടെയും മാർക്കറ്റ് പോകത്തില്ല. 1-2 എന്ന് കൺസിഡർ ചെയ്യാം.
അടുത്തത് ഓല ന്യൂസ് വന്നിരിക്കുന്നു. 428 ക്രോർസ് ലോസ്, 23% ലോസ് കയറ്റിയിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ അവർക്ക് 450 ഷോറൂം ഉണ്ടായിരുന്നു. 12% ഓഫ് ടോട്ടൽ ഇന്ത്യ സെയിൽസും അവിടെ തന്നെ നടന്നുകൊണ്ടിരുന്നു. അവിടെ എന്തെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഇപ്പോൾ എന്ത് പറയണമെന്ന് വെച്ചാൽ അവർ സേഫ്റ്റി ഒന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. ഇത് കാരണം 90% ഓഫ് ഷോറൂംസിന് മൂടാൻ പറയുന്നു. ഓൾറെഡി പോയ ക്വാർട്ടറിൽ 50% റവന്യൂ കുറഞ്ഞിരിക്കുന്നു. ആരും സ്കൂട്ടർ വാങ്ങുന്നില്ല. എല്ലാം ബജാജ് PVS സ്കൂട്ടറിൽ നോക്കി പോകുന്നു. ഏത്തർ സ്കൂട്ടറിന് പോകുന്നു. അതായത് ബൈക്ക് റൈഡിന് വിൽക്കുന്ന സ്കൂട്ടർ ഒന്ന് തന്നെ 50% ഡൗൺ ആയിരിക്കുന്നു. അങ്ങനെന്ന് പറയുന്നു. ഇത് ഏത് സ്റ്റേജിൽ പോയി തീരും എന്ന് അറിയുന്നില്ല. പക്ഷേ ഇത് ഒരു ഗോയിങ് കൺസേൺ കൂടെ ഇരിക്കത്തില്ല എന്ന് അവർ ഓഡിറ്റർ നമുക്ക് തിരികെ വാൺ ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ശേഷവും നമ്മൾ ബങ്കാട്ട കളിച്ചെന്ന് വെച്ചാൽ അത് നമ്മുടെ തെറ്റാണ്. നിങ്ങളടുത്ത് ഓല ഉണ്ടെങ്കിൽ ATM പോലെ നഷ്ടത്തിന് പേടിക്കാതെ താങ്ക് യു വെരി മച്ച് ചെയ്തോ തെറ്റ് ചെയ്തു നമ്മൾ വേറെ സ്റ്റോക്കിൽ ലാഭത്തിന് നോക്കാം എന്നു പറഞ്ഞ് ഓടിപ്പോണത് നിങ്ങൾക്കും അയാൾക്കും നല്ലതാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ടാറ്റ മോട്ടോഴ്സ് 6% കറപ്റ്റ് ആയിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ 2021 2025 വരയ്ക്കും അവർ കൊടുത്ത റേഞ്ച് റോവർ എല്ലാത്തിലും എയർ ബാഗിനെ മാറ്റണം എന്ന് അവിടെ ഇരിക്കുന്ന ഗവൺമെൻറ് ഒരു ഓർഡർ ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് എയർ ബാഗിനെ മാറ്റണം? സംടൈംസ് ഈ എയർ ബാഗ് ഇരിക്കുന്ന സമയം ഫോൾട്ടായിരിക്കുന്നു, കിളിഞ്ഞിപ്പോയിരിക്കുന്നു. ഈ എയർ ബാഗ് ഓപ്പൺ ചെയ്ത് കിളിഞ്ഞിരിക്കുന്നുവെങ്കിൽ ഇത് യൂസ് ഇല്ല. ആ എയർ ബാഗ് ഒന്ന് തുറന്ന് കിളിഞ്ഞു വന്നുവെങ്കിൽ ആ എയർ ബാഗ് വന്നിട്ട് ഫാൾട്ടിയായി ഡിപ്ലേ ആകും. ഒരു ആക്സിഡൻറ്റിൽ എയർ ബാഗ് തന്നെ മെയിനായിട്ട് ഡിപ്ലേ ആകണം. ശരിയായിട്ട് ഡിപ്ലേ ആയില്ലെങ്കിൽ ഇത് വർത്തില്ലാതെ സ്റ്റോക്കായി മാറും. ഇത് കാരണം ഇതിനെ റീകോൾ ചെയ്തിരിക്കുന്നു. ഇത് കാരണം ഇന്നൊരു 0.5% അടിച്ചിരിക്കുന്നു. അടുത്ത ന്യൂസ് വന്നിട്ട് ജെയിംസ് വീറ്റ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞങ്ങൾ ഓപ്ഷൻസ് കൊടുത്തെന്നാകണം. നിങ്ങളെ തലങ്കയിൽ ഒരുപാട് ആൾ ഇരിക്കുന്നു. ഷാലോ മാർക്കറ്റ് അടുത്തിരിക്കുന്ന ആട്ടോ ഓടുന്ന ആൾക്കാരൊക്കെ പന്തയം കെട്ടുന്നതെന്ന് വെച്ചാൽ ആ പന്തയത്തിന് ഞങ്ങളും പോകാൻ ഇന്നാപ്പിടി 4000 കോടി ഡെപ്പോസിറ്റ് ഒരു ലീൻ മാർക്ക് ചെയ്ത് വഴി ഞാൻ കോർട്ട് കേസ് എന്ന് നോക്കാം. സമയം എന്നെ കളിക്ക് ചേര് ഞാൻ കളിക്കാൻ അങ്ങനെയെന്ന് പറഞ്ഞ് ജെയിൻ വന്നിരിക്കുന്നു. അതും അല്ലാതെ ഈ വർഷത്തിൽ വെളിയിൽ ഭയങ്കരമായിട്ട് സ്റ്റോക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. $100 ബില്യൺ വെളിയിൽ പോയിരിക്കുന്നു. സോ ഭയങ്കരമായിട്ട് എമൗണ്ട് FDI വെളിയിൽ പോയാലും അതിന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ജൂലൈയിലും നിയർലി 1000 കോടിക്ക് മുകളിൽ FDI വെളിയിൽ പോയിരിക്കുന്നു. FBIക്ക് വെളിയിൽ സേഫ്റ്റി ആയിട്ട് എക്സിറ്റ് ചെയ്യുന്ന ഒരു പൊറുപ്പിന് നമ്മളെ ഡൊമസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സും എടുത്തിരിക്കുന്നു. അതേസമയം RBI ഡോളറിനെ വിറ്റു അങ്കിളിനൊക്കെ ടാറ്റ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ രൂപ നോക്കുന്ന സമയത്തിൽ 85 രൂപ 96 പൈസയിലിരുന്നു. നിങ്ങളുടെ അടുത്ത് ഞാൻ തിരികെ പറയണത് ശരിയായ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടിൽ കറക്റ്റാக നോക്കിയിട്ട് നിങ്ങളെ കാശിനെടുത്ത് മങ്ങാത്ത കളിക്കുന്ന ആൾക്കാരെടുത്ത് ഇടണ്ട. നിങ്ങൾ ഇട്ടുവെങ്കിൽ ഇത്ത കാശ് തിരികെ വരത്തില്ല എന്ന് പറഞ്ഞു. അടുത്തത് മെയിനായിട്ട് പറയേണ്ടത് TCSൻ്റെ CFO എന്ത് പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ കാശ് കൊടുത്ത് പ്രോഫിറ്റബിലിറ്റിയും കയറ്റണം. ദി സെയിം ടൈം ഞങ്ങളെ എംപ്ലോയീസിന് ഞങ്ങൾ വന്നിട്ട് ഹൈക്കും കൊടുക്കണം. ഇത് രണ്ടും മ്യൂച്വലി ഓപ്പോസിറ്റ് ഒബ്ജക്റ്റീവ്സ്. പക്ഷേ ഇത് രണ്ടും ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഫേസ് ചെയ്യുന്നു അത്രയും നല്ലത് എന്ന് ഇത് നല്ല സംസാരിച്ചാലും പേഴ്സണകളെത്തി എംപ്ലോയിക്ക് കൊടുത്തില്ല. എന്തെന്ന് വെച്ചാൽ ആശയില്ല, മാർജിനില്ല. മാർജിൻ സാക്രിഫൈസ് ചെയ്താൽ ഡിവിഡൻഡ് സാക്രിഫൈസ് ആകും. ഒക്കെ കാരണമായിട്ടിരുന്ന് സാലറി ഹൈക്ക് വന്നാലും വേറെ ലോ ലെവലിൽ തന്നെ വരും. ഇന്നും ഒരുപാട് ആൾക്കാർ TCSനെ വിട്ടുകൊണ്ട് വെളിയിൽ പോകും. സെയിം കേസ് ഇൻ ബിഗ് ഫോർ. എല്ലാവരും ഒരേ ഫേസിൽ തന്നെ ഇരിക്കുന്നു. IT ഇൻഡസ്ട്രിയിൽ ഇത് തന്നെ പ്രോബ്ലം. ഡിമാൻഡ് റിവൈവ് ആയില്ലെങ്കിൽ ഒന്നും റിവൈവ് ആകത്തില്ല. അപ്പോൾ എന്ത് പറയണമെന്ന് വെച്ചാൽ അമേരിക്കൻ എക്കണോമിയിൽ ഫസ്റ്റ് സൈറ്റ് ഓഫ് ടം ടാരിഫ് എന്ന് പറയുന്നു. ആദ്യത്തെ സയൻസ് ടമ്മിൻ്റെ ടാരിഫ് ഇട്ടതിൻ്റെ എഫക്റ്റ് അറിയാൻ പറ്റുന്നു. ഇപ്പോൾ തന്നെ പ്രൈസസ് കയറാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്നും പെട്ടെന്ന് പ്രൈസസ് കയറും എന്ന് പറയുന്നു. നമ്മളെ സ്ഥലങ്ങളിൽ ഇതുപോലത്തെ ഫ്രീ ക്യാഷ് വരാതെ കാരണം ബൈജൂസ് മൂടിക്കൊണ്ട് പോയി. ഓല മൂടുന്ന സ്റ്റേജിലാണ് ഇരിക്കുന്നു. സ്വിഗ്ഗി സൊമാറ്റോ ആൾറെഡി റെസ്റ്റോറൻറ്റിനെ ഇൻഫ്യൂസ് ചെയ്യുന്നു. മോർണിംഗ് കോൺഗ്രസിലും കേരളീയും ആർട്ടിക്കിൾ വന്നിരിക്കുന്നു. ഇതുപോലെ റെസ്റ്റോറൻറ്റ് ഓണർ പറയാതെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണത്, ഡിസ്കൗണ്ട് കൊടുക്കുന്നത്, എണ്ണിട്ട് എങ്ങനെയെങ്കിലും റവന്യൂവിനെ കയറ്റി കാട്ടണം എന്ന സ്റ്റേജിൽ ഇരിക്കുന്നു. ഇതൊക്കെ അൺസസ്റ്റൈനബിൾ ബിസിനസ്സാണ്. ഇത് എല്ലാം വൈപ്പ് ഔട്ട് ആകും. ഇന്ന് ഇതാണ് ന്യൂസ്. പട്ടാസ് ലിസ്റ്റൊക്കെ ഇന്ന് ഡിഫെൻസീവായിരിക്കുന്നു. 1, 2 എന്ന് നോക്കി കൺസിഡർ ചെയ്യണം. ലോങ് ടേമിൽ പ്രോഫിറ്റ് എൻജോയ് ചെയ്യാം. ഇനിയൊരു ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസ്, മൂണിക്ക ആൽബി എന്ന ഒരു കമ്പനി ഇന്ത്യയിൽ പ്രീമിയം ലിക്വറത്തെ ഇമ്പോർട്ട് ചെയ്യുന്നു. 72% മാർക്കറ്റ് ഷെയർ വച്ചിരിക്കുന്നു. 72% മാർക്കറ്റ് ഷെയർ വച്ചിരിക്കുന്നു. രവി മാർക്കറ്റ് എന്ന് പറയുന്ന വലിയ ലിക്വർ ബ്രാൻഡിൽ അവർ തന്നെ അവരെ IPO വരുന്നു. ആ IPO വന്നിട്ട് SME IPO, സ്മോളർ മീഡിയം എൻ്റർപ്രൈസ് പലതരത്തിൽ സബ്സ്ക്രൈബ് ആകും.
പക്ഷേ മാർക്കറ്റ് കണ്ടീഷൻ എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല. പ്രൊമോട്ടറിനെ കുറിച്ച് വളരെ അറിയത്തില്ല. ഇവർ വന്നിട്ട് ട്രേഡർ തന്നെ വാങ്ങി വിൽക്കും. എത്രയും മാർജിൻ വരുന്നു എന്നത് നമ്മളെ കൊണ്ട് പറയാൻ പറ്റൂല. നിങ്ങൾക്ക് ഡയസ് കളിക്കണമെങ്കിൽ നിങ്ങളെ ഇഷ്ടം, നിങ്ങൾ കളിക്കാം. ഈ കെ ഷേപ്പ് റിക്കവറി ഇന്ത്യയിൽ വളരെ സ്ട്രോങ് ആയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ പ്രീമിയം മോട്ടോർ സൈക്കിൾസ്, അതായത് റോയൽ എൻഫീൽഡ്, ബജാജിൽ ഹൈ എൻഡ്, ടി വി എസിൽ ഹൈ എൻഡ്, BMW ടി വി എസ് ചെയ്യണത്, KTM ബൈക്സ്, ബജാജ് ചെയ്യണത്, ഇതൊക്കെ ഭയങ്കരമായിട്ട് സെയിൽസ് ആകുന്നു. ആൽമോസ്റ്റ് 22% ഓഫ് ഈ മാർക്കറ്റിനെ എടുത്തായിരുന്നു. 78% തന്നെ ഓർഡിനറി എൻട്രി ലെവൽ വെഹിക്കിൾസ് എന്നൊരു സർവേ പറയുന്നു. ഇത് ഇന്ത്യയിലെ ട്രെൻഡിനെ കൺഫേം ചെയ്യുന്നു. കെ ഷേപ്പ് റിക്കവറി കൂടിക്കൊണ്ടിരിക്കുന്നു. പണക്കാരർ ഇന്നും പണക്കാരൻ ആയിക്കൊണ്ടിരിക്കുന്നു. പണക്കാരർ തന്നെ ഈ പ്രീമിയം മോട്ടോർ സൈക്കിൾസ്, ഹാർലി ഡേവിഡ്സൺ ഇതുപോലത്തെ വണ്ടിയൊക്കെ വാങ്ങുന്നു. ഞാൻ അറിഞ്ഞ ഒരു 3-4 ആൾക്കാർ ഹാർലി ഡേവിഡ്സണ് EMI ഇട്ട് വാങ്ങുന്നു. നല്ല കാശിന് കരയ്ക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ ബെൽ നോട്ടിഫിക്കേഷനും ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെയും നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.